കിടാൻ ഞങ്ങളെ കിടാൻ സിംഗിൾ ഗാനമുണ്ട്, ഗ്രൂപ്പ് സോങ്ങും ഉണ്ട്, കഥാപ്രസംഗത്തിനും കൂടി. അതിൻ്റെ ഇടയ്ക്ക് കിസ്, പിന്നെന്ത് കിടാക്കളെ കിഡീസ് കളി ചിരിയെല്ലാം ഉണ്ടാവല്ലോ, അതിൽ വേണമല്ലോ സമാധാനത്തിന്. ഇതെല്ലാം കിടാവ് ടോട്ടലി എൻ്റെ കിടാവ് 12 ഐറ്റംസിൽ മത്സരിക്കുന്നു. ഇയാളെ കിടാവ് 9 ഐറ്റംസിൽ. ഞങ്ങളെ പെണ്ണ് കിടാവിന് ചിത്രരചന, ഫുഡിങ്, ഖിറാത്ത്, ഹിഫ്ള്, അങ്ങനെ 6 ഞങ്ങളെ മോവ കുഞ്ഞുമോള് പാത്തിമാവും മത്സരിക്കുന്നു. അവസാനം എല്ലാത്തിലും ഫസ്റ്റ് വന്നിട്ടാകുമ്പോ 6 പാട്ട് പാടിയ പാത്തുമ്മാക്കും 1 പാട്ട് പാടിയ ഗഫൂറിനും, ഒന്നിലും എടുക്കാതെ ആജറിൽ മാത്രം ഫസ്റ്റായ നസീമാക്കും, 12 പാട്ട് ഫസ്റ്റായിട്ട് വന്ന ഇസ്മായിലിക്കും ഒരേ ക്ലാസ് ഒറ്റ വന്നു. എല്ലാവർക്കും ഒറ്റ വന്നു. അതും ക്ലാസിന്റെ കോലം കണ്ടെങ്കിൽ ആ പീഡിയ ഉദ്ഘാടനമായത് 1918 റല്ലി അന്ന് കൊണ്ടു അട്ടി വെച്ച ക്ലാസ്. ആ ഒരു ഓഫറിന്റെ ചീട്ടും വെച്ചിട്ട് പുറത്തേക്ക് കിട്ടും. 100 ബോക്സിന് 100 രൂപ കൊണ്ടല്ലേ മീലാദ് കമ്മിറ്റി കൂടക്ക്. നിങ്ങളെ വിഷയമല്ല, നാളെ നിങ്ങൾ കൂടെ കളുക്കുളത്താക്കി. അല്ല കാര്യം അങ്ങനെ ചിലയിടത്തെല്ലാം ഒപ്പിക്കുന്നത് അത് പറ്റല്ല എന്ന് ഒപ്പിക്കണോ? ആ റസൂലുള്ളാന്റെ മൗലിദ് ധാരാളം ഓതണം. റബീഉൽ അവ്വൽ മാത്രാക്കണ്ട. റസൂലുള്ളാന്റെ മേലെ എപ്പോഴും സ്വലാത്ത് ചൊല്ലണം. അതിന് വുളു വേണ്ട, സമയമില്ല. എല്ലാത്തിനും കള്ളായി അതാ ഇഞ്ചിട്ട് ഒരു സംഗതി. ഇവിടെ നിസ്കാരം അങ്ങനെ, നിസ്കാരം ളുഹർ കഴിഞ്ഞിട്ട് അസ്റായെങ്കിൽ ളുഹർ കള്ളായി. അതിന്റെ അർത്ഥം ഇനി വേണ്ടെന്നല്ല, ളുഹർ കള്ളാ വീട്ടണോ അതിന്റെ അർത്ഥം. ഏതായാലും പോയല്ലേ, പോട്ടയില്ലെന്നല്ല. ഇഷ അങ്ങനെ, ഇഷ സുബയോളം നീ ഉറങ്ങി, ഇഷ കള്ളായി, കള്ളാ വിട്ടോ. നോമ്പ് അങ്ങനെ, റമളാന്റെ നോമ്പ് ഒരാൾക്ക് നോക്കാൻ കഴിഞ്ഞില്ല, കള്ളായി. പിന്നെ നോക്കണം തിരിഞ്ഞ നിങ്ങക്ക്. എന്നാ സലാത്തിന് അങ്ങനെയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് അത് ഖലാ ആയില്ല ഒന്നില്ല. എപ്പോഴും എത്രയും എവിടെയും അതിന് ജനാബത്ത് കുളിക്കണോ, ഹൈദ് കുളിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. സുന്നത്തുണ്ട്, നിർബന്ധമില്ല. ഞാൻ കുളിച്ചിട്ടില്ലല്ലേ, ഞാനിപ്പോ അശുദ്ധിയിലല്ലേ, ഞാൻ ഇപ്പൊ കുളിയുടെ ടൈമല്ലേ, പീരിയഡിന്റെ സമയമല്ലേ, എനിക്ക് സലാത്താവേല എന്ന് ചെല്ലാൻ കയ്യാ. അവർക്കും സലാത്ത് ചൊല്ല. എന്നാലും കുളിച്ചിരിക്കലും വൃത്തിയും സുന്നത്താണ്. ഇനി അതിന്റെ ഏറ്റിട്ട് ഉണ്ടാക്കണ്ട, നീ ചെല്ലാതിരിക്കണ്ട. തിരിഞ്ഞ നിക്ക് തലാട്ടിയല്ലോ, തിരിഞ്ഞിട്ട് ഒന്നും കൂടി തിരിക്കാം. ഒരു 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, ഞാൻ തിരിക്കാം. അള്ളാഹു ഞങ്ങൾക്ക് നാഫിയായ ഇൽമ തരട്ടെ. അപ്പൊ എപ്പോഴും റസൂലുള്ളാഹിന്റെ പേര് ചൊല്ലണോ. റസൂലുള്ള മാത്രമേ നമുക്കുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്നെ നോക്കി അടുത്ത കൊല്ലം വേല ചെല്ലുമ്പോ നേരെ കമ്പൗണ്ട് കെട്ടിക്കൊള്ളണം പോലെ റോഡ് സൈഡിലേക്ക്, അല്ല കുറച്ച് ക്രോസ് ആക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 22 ദിവസമോ 23 ദിവസം എന്തോ വഹ്യ് വരാണ്ടായി. എന്ത് വരാണ്ടായി? ചെല്ലി നിങ്ങളിൽ ഞാൻ വയലിയല്ല, ഞാൻ ബനൂ ഇസ്രായേൽക്കാരിൽ വയലിയല്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് ദിവസത്തിൽ ഒരു തവണ 2 തവണ, ചിലപ്പോ ഒരായത്ത്, ചിലപ്പോ ഒരു സൂറത്ത്, അല്ലെങ്കിൽ പല തവണ പല സൂറത്ത് റസൂലുള്ളാഹി തങ്ങളിലേക്ക് വഹ്യ് വരും. ജിബ്രീൽ കൊണ്ടുവരും. അല്ലാഹു അങ്ങനെ വഹ്യ് എത്തിക്കും. പക്ഷേ ഒരു സന്ദർഭത്തില് ഉമ്മ കേട്ടോ, പെങ്ങളെ കേട്ടോ, 22 ദിവസമോ 23 ദിവസമോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് വരുന്നില്ല, ജിബ്രീൽ വരുന്നില്ല, അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങുന്നില്ല. എന്താണ് കാര്യമെന്നറിയില്ല, കാരണം എന്തെന്നറിയില്ല. എന്നാലും അല്ലാഹുവിന്റെ വഹ്യ് വരാതെ അങ്ങനെ മുടങ്ങിയപ്പോ, വഹ്യ് ഇറങ്ങാതിരുന്നപ്പോ റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിച്ചു. റസൂലുള്ള ദുഃഖിതനായി, ബേജാറായി. വഹ്യ് വരുന്നില്ല, ജിബ്രീൽ വരുന്നില്ല, അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങുന്നില്ല, സൂറത്ത് ഇറങ്ങുന്നില്ല. സുബ്ഹാനല്ലാഹ്. ദിവസങ്ങൾ അങ്ങനെ നീണ്ടുപോയി 20 ദിവസത്തിലേറെയായി വഹ്യ് വരാതെ റസൂലുള്ള വല്ലാത്ത ബേജാറിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വല്ലാത്ത ദുഃഖത്തിലാണ്. അങ്ങനെ ഇരിക്കെ അല്ലാഹുവിന്റെ ആയത്തതാ ഇറങ്ങുന്നു, സൂറത്ത് ഇറങ്ങുന്നു. നബിയേ
ബേജാറാകണ്ട നബിയേ, ദുഃഖിക്കണ്ട നബിയേ, നിങ്ങളോടല്ല കോപിച്ചിട്ടില്ല നബിയേ, നിങ്ങളല്ല കൈയളക്കിയിട്ടില്ല നബിയേ, നിങ്ങ ബേജാറാവല്ല നബിയേ. ഹബീബായ നബി തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്തിറങ്ങുകയാണ് ദിവസങ്ങൾക്ക് ശേഷം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറുല്ലാഹ്. അല്ലേ അല്ലാഹു സൂറത്തല്ലേ അല്ലേ? ഓത് എൻ്റെ കൂടെ ഓത്. ഓത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓത് വല്ലുഹാ. ഓത് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറുല്ലാഹ്. അങ്ങനല്ലേ ആയത്ത് വിട്ടാ ഞാൻ ഇല്ലല്ലേ അല്ല എന്നൊക്കെ അപ്പുറപ്രായം ശരിയായിക്കോളൂ. നമുക്ക് വലിയൊരു ഓർമ്മ മെമ്മറി ഒന്നുമില്ല. നാളെ ക്ലിപ്പ് വന്നിട്ടുണ്ട് കട്ടിന് വിട്ടിന്. ഏതായാലും ഒരു ബർക്കത്ത് കിട്ടട്ടെ എന്ന് നിങ്ങൾ ഓദിച്ചിട്ട് പോയി ആയിട്ടായപ്പിനാണ് ഇത് ഓർമ്മ വന്നത്. വേണ്ട നീ അല്ല, അള്ളാഹു നമുക്ക് ഖുർആന്റെ ബർക്കത്തും മദതും നൽകട്ടെ. എന്തല്ല പറഞ്ഞേ? എന്തല്ല പറഞ്ഞ? വിഷമത്തോടെ ബേജാറോടെ ദുഃഖിതനായി, അതേ ദുഃഖിതനായി, വളരെയധികം മൗനിയായി, മ്ലാനവദനവുമായി, വളരെ വിഷമത്തോടെ ബേജാറോടെ ഇരിക്കുന്ന റസൂലുള്ളാനെ അല്ലാഹ് സമാധാനിപ്പിക്കുന്നത് കണ്ട എന്ത് റാഹത്തില്, എന്ത് ചേലില്. ഇല്ല നബിയെ, നിങ്ങ ബേജാറാന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങ ദുഃഖിക്കുന്നത് എനിക്ക് കാണാൻ കഴിയാ. നിങ്ങളെ ഞാൻ കൈയടക്കിയിട്ടില്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. പൊന്നാര നബിയേ, നിങ്ങളെ റബ്ബ് നിങ്ങളെ കൈയളക്കിയിട്ടില്ല നബിയേ, കൈവിട്ടിട്ടില്ല നബിയേ. എന്റെ നബിയെ, നിങ്ങൾ ഒറ്റക്കല്ല നബിയേ. നിങ്ങൾക്ക് വഹി വരാത്തത് ഞാൻ അരിസപ്പെട്ടത് കൊണ്ടല്ല നബിയേ. ഇത് പറഞ്ഞിട്ട് പിന്നല്ല പറയണത് എന്തറിയാ? പിന്നല്ല പറഞ്ഞെന്തറിയാ? എന്താ എന്താ? വലസൗഫ വലസൗഫ യുഅതീക റബ്ബുക ഫതറുല്ലാഹ്. നിങ്ങളെ മനസ്സ് നിറയുന്നത് വരെ, നിങ്ങളെ കൽബ് നിറയുന്നത് വരെ, പൂർണ്ണ സംതൃപ്തി നേടുന്നത് വരെ, എല്ലാം കൊണ്ട് നിങ്ങൾക്ക് സമാധാനമാകുന്നത് വരെ നിങ്ങൾക്ക് ഞാൻ എന്തു വേണമെങ്കിലും തരും നബിയേ. ഇന്നതളക്കിയിട്ട് എന്നില്ല, എന്തും തരോ. ഇത്തര എന്ന കണക്കില്ല, എത്രയും തരോ, എപ്പോഴും തരോ നബിയേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരോ. അപ്പ നബിയേ നിങ്ങൾ സമാധാനിക്കും നബിയേ. അപ്പൊ നിങ്ങൾക്ക് റാഹത്താവും നബിയേ, നിങ്ങളെ കൽബ് നിറയും നബിയേ. റസൂലുള്ള ബേജാറാണ്ട എന്നല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ എത്ര തരും നബിയോട്? എന്തല്ല പറഞ്ഞു? എന്താ പറഞ്ഞു? വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നിങ്ങളെ കൽബ് നിറയുന്നത് വരെ, നിങ്ങൾക്ക് മതി മതി എന്ന് തോന്നുന്നവരെ ഞാൻ തരാ. എന്ത് തരാ? എന്തും തരാ. എത്ര തരാ? എത്രയും തരാ എന്ന് പറഞ്ഞപ്പോ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞെന്തറിയാ? ഹബീബായ റസൂലുള്ള പറഞ്ഞെന്തറിയാ? ഇല്ല റബ്ബേ, ഇല്ല ഉമ്മ കേട്ടാ. ഇത് പറഞ്ഞിട്ടാ റസൂലുള്ള പറഞ്ഞെന്തറിയാ? നീ എന്തും തരാന്നല്ലേ പറയുന്നത്, എത്ര വേണമെങ്കിലും തരാന്നല്ലേ പറയുന്നത്, കൽബ് നിറയുന്നത് വരെ തരാന്നല്ലേ പറയുന്നത്, മതി മതി എന്ന് തോന്നുന്നത് വരെ തരാന്നല്ലേ നീ പറഞ്ഞ. എന്നാൽ എന്റെ സമുദായത്തിലെ ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ, എന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ നരകത്തിൽ വീണിട്ട് അദാബ് കൊള്ളുന്നുവെങ്കിൽ, ശിക്ഷ കൊള്ളുന്നുവെങ്കിൽ, നരകത്തിലാണെങ്കിൽ നീ എനിക്ക് എന്ത് തന്നെങ്കിലും സമാധാനമാവേല അല്ലാഹ്. എന്റെ ഉമ്മത്തീങ്ങളിൽ നിന്നിട്ട് ഒരാളെയും നീ നരകത്തിലിട്ടിറണ്ട അല്ലാഹ്.
അവർ അവിടെ നരകത്തിൽ എരിപിരി കൊള്ളുമ്പോ, എന്റെ ഉമ്മത്ത് നരകത്തിലെ അദാബ് കൊള്ളുമ്പോ, അവിടെ അവർ ശിക്ഷ ഏൽക്കുമ്പോ, നീ എനിക്ക് എന്ത് തന്നെങ്കിലും മതിയാവേല, തൃപ്തിയാവേല. അതുകൊണ്ട് എന്റെ ഉമ്മത്തീങ്ങളെ കാക്കല്ല. ഖാല റസൂലുള്ളാഹ്, ഉറക്കെ പറ, ഖാല റസൂലുള്ളാഹ്, ഖാല റസൂലുള്ളാഹ്, ഖാല റസൂലുള്ളാഹ്. ആ നബിനെ സ്നേഹിക്കണ്ടേ, ആ റസൂലിന്റെ പേരിൽ ഒത്തുകൂടണ്ടേ, ആ റസൂലുള്ളാന്റെ പേരിൽ ഇസ്ലാമികമായിട്ടുള്ള സലാത്ത് ജാഥ നടത്തണ്ടേ, ആ റസൂലുള്ളാന്റെ മൗലിദ് ഓതണ്ടേ, ആ റസൂലുള്ളാന്റെ പേരിൽ ദാനധർമ്മം സദക്ക കൊടുക്കണ്ടേ, ആ റസൂലുള്ളാന്റെ പേരിൽ പാട്ടുപാടണ്ടേ, പാട്ടുപാടിയ കിടാക്കൾക്ക് നല്ല നല്ല സമ്മാനം കൊടുക്കണ്ടേ. കൊടുക്കണം ചെല്ല മതിയാവില്ല, കൊടുക്കണോ? നമ്മളെ ഒപ്പിക്കുന്ന പിരിവ് നല്ലോണം. റബീഉൽ മൗലിദിന് ഓരോരു വരുന്ന 250 റുപ്യയും 55 പത്രും, ചിലയിടത്ത് 500 റുപ്യയും 50 പത്രും. അവസാനം നോക്കുമ്പോ സീർണില്ല നിന്റെ ഒരു കണ്ടം പീസ് ഇത്തര, അത് 12 കണ്ടാക്കിയിട്ട് സ്കാനിങ് എടുത്ത കണ്ടം. ചില ആൾക്കാരെ തൊട്ട നോക്കിയെങ്കിൽ ഇല്ല അതിലെ പായ്ച്ചിനെ മാത്രം അതിന്റെ മണം. പൈസ 250 അല്ല 500 മേങ്ങണോ, മട്ടം പോലെ ക്ഷീർണോ. ഇനി ഒരു സമയം കിട്ടിയില്ലെങ്കിൽ തല്ലി പൊരിഞ്ഞ തല്ലി. പള്ളിയാ, മദ്രസയാ, മൗലിദ, ഷീർണിയ, ബർക്കത്ത, റഹ്മത്ത തല്ലി. എല്ലാവർക്കും ഇറച്ചിന്റെ പീസ് തന്നെ കൊടുക്കാം, അതിൽ മുള്ളില്ലേ? എല്ലാവർക്കും മുള്ളിന്റെ പീസ് തന്നെ വീതോ, അതിൽ ഇറച്ചിയില്ലേ? അതിന് തല്ലി ഇപ്പല്ല ഊടല്ല, നിങ്ങൾ വിഷയല്ല ഊടായിന കൂടെ ചൂടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് വേണ്ടാന്ന്, ആ സംസ്കാരം നല്ലതല്ല. പിന്നെ ഷീറിണി അങ്ങനെ അത് ഒപ്പിക്കാൻ കഴിയാം. ഞമ്മ എല്ലാം ഒപ്പിക്കുന്ന പൈസ ബാലൻസ് ആർക്ക് ജമേ ചെലവാക്കുന്നതിന് നന്നും ചെലവാക്ക്. ഏറ്റവും കൂടുതൽ ചെലവാക്കേണ്ടത് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ തന്നെ. നമ്മളെ കിടാവ് ചിലയിടത്തെല്ലാം ഉണ്ട്. ഈടുത്ത വിഷയമല്ല, ഈടുത്ത എന്തോ എനിക്കറിയാലോ, എന്റെ ചെല്ലിയിട്ടുമില്ല. നിങ്ങനെ നാളെ സദുസ്ഥാനിൽ ഫോണാക്കി കേട്ടില്ല, നിങ്ങൾ ഒരു ചെല്ലിനാ അയാൾ ചെല്ലിനെങ്കിലും ചെല്ലിയിട്ടെങ്കിലും ഞാനീ പറഞ്ഞ സ്റ്റൈലിൽ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വരുന്നാട്ട് വിളിച്ചില്ലെങ്കിലേ അതിന് വലിയ ആനക്കുതിര എന്താവാനൊന്നുമില്ല. എന്താ ഞാൻ വന്നില്ലെങ്കിൽ എന്റെ വേറെ ഉസ്താമാറില്ല, വലിയ ഓറൽ ഇരുവരാണെന്ന് നമ്മുടെ കട്ടി എത്രയോ വലിയ. അല്ലാഹു തആല അവിടത്തേക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എന്തായാലും കാര്യം പറയട്ടെ, ചിലയിടത്തിൽ ഒപ്പിക്കുന്നു ഉസ്താദ്, ചിലയിടത്തിൽ ഒപ്പിക്കുന്നത് എന്ത് പയ്യ നല്ല എത്ര ഒരു കിടാന്, ഞങ്ങളെ കിടാന് സിംഗിൾ ഗാനമുണ്ട്, ഗ്രൂപ്പ് സോങ്ങും ഉണ്ട്, കഥാപ്രസംഗത്തിനും കൂടി. അതിൻ്റെ ഇടയ്ക്ക് കിസ്, പിന്നെന്ത് കിടാക്കളെ കിഡീസ് കളി ചിരിയെല്ലാം ഉണ്ടാവല്ലോ, അതിൽ വേണമല്ലോ സമാധാനത്തിന്. ഇതെല്ലാം കിടാവ് ടോട്ടലി എൻ്റെ കിടാവ് 12 ഐറ്റംസിൽ മത്സരിക്കുന്നു. ഇയാളെ കിടാവ് 9 ഐറ്റംസിൽ. ഞങ്ങളെ പെണ്ണ് കിടാവിന് ചിത്രരചന, ഫുഡിങ്, ഖിറാഅത്ത്, ഹിഫ്ള്, അങ്ങനെ 6 ഞങ്ങളെ മോവ കുഞ്ഞുമോള് പാത്തിമാവും മത്സരിക്കുന്നു. അവസാനം എല്ലാത്തിലും ഫസ്റ്റ് വന്നിട്ടാകുമ്പോ 6 പാട്ട് പാടിയ പാത്തുമ്മാക്കും, 1 പാട്ട് പാടിയ ഗഫൂറിനും, 1 എടുക്കാതെ ആജറിൽ മാത്രം ഫസ്റ്റായ നസീമാക്കും, 12 പാട്ട് ഫസ്റ്റായിട്ട് വന്ന ഇസ്മായിലിക്കും ഒരേ ക്ലാസ് ഒറ്റ വന്നു. എല്ലാവർക്കും ഒറ്റ വന്നു. അതും ക്ലാസിന്റെ കോലം കണ്ടെങ്കിൽ ആ പീഡിയ ഉദ്ഘാടനമായത് 1918 അന്ന് കൊണ്ടു അട്ടി വെച്ച ക്ലാസ്. ആ ഒരു ഓഫറിന്റെ ചീട്ടും വെച്ചിട്ട് പുറത്ത് കിട്ടും. 100 ബോക്സിന് 100 രൂപ കൊണ്ടല്ലേ മീലാദ് കമ്മിറ്റി കൂടക്ക്. നിങ്ങളെ വിഷയമല്ല, നാളെ നിങ്ങൾ കൂടെ കളുക്കുളത്താക്കിയിട്ടുണ്ട്. അല്ല കാര്യം അങ്ങനെ ചിലയിടത്തെല്ലാം ഒപ്പിക്കുന്നത് അത് പറ്റല്ല, അത് പറ്റല്ല. എന്തിനൊപ്പിക്കണോ, എന്തിനൊപ്പിക്കണോ? എന്റെ പൈസ മേങ്ങുന്നില്ലേ? നിങ്ങളെ കീശത കൊടുക്കുന്നയാ? പ്രസിഡന്റിന്റെ, സെക്രട്ടറിന്റെ, ഖജാൻജിന്റെ, കമ്മിറ്റിക്കാരെ കീശത കൊടുക്കുന്നയാ? അല്ലല്ലേ? എല്ലാവരും മേങ്ങുന്നില്ലേ? മേങ്ങണോ? ആര് തരാത്ത പൈസ എല്ലാവരും തരും. എന്നിട്ട് ഒരു 1/2 കിലോ പഞ്ചസാര മുറ്റി ബാക്കിയെങ്കിലും യോബോ ഇയാളും വിളിക്കുന്ന കൗച്ച് കണ്ടെങ്കിൽ അതിനോട് നേരെ മര്യാദക്ക് സർബത്ത് കിട്ടുന്ന മതിരാവല്ല. ഞാൻ അതിനെയും ബാക്കിയാക്കി ജമേല ജമ. ഇതെന്ത് ജമ? ആക്കെന്ത് ശേലാക്കോ ചന്താക്കോ? നിങ്ങളെ വിഷയം ചെന്നല്ല, മൊത്തത്തിൽ ഇത് എല്ലാവർക്കും ഉള്ള വേല ഇണക്കും. നിങ്ങളെ വിഷയം പറയുന്നല്ല, ഇങ്ങനെ അരച്ചപ്പെടേണ്ട, ബേജാറാക്കണ്ട. ഇങ്ങനെ ബേജാറാക്കി ഇണക്കല് ബേജാറുമില്ല. നിങ്ങൾ എല്ലാവരും പോതോണോ സുഖിപ്പിക്കണോ, ഞാൻ അവിടെ വന്നിട്ടുമില്ല. ഞാൻ നല്ല ആളായതുകൊണ്ട് ചൊല്ലിയതുമല്ല, നല്ല ആളായതുകൊണ്ട് മാത്രം ചൊല്ലണമെന്നുണ്ടെങ്കിൽ നബിമാരെ കബറിന്ന് വരേണ്ടി വരും. നമുക്ക് പിന്നെ റോളേ ഇല്ല.
അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. ഒപ്പിക്കാൻ കഴിയും. അതെല്ലാം നല്ല ചേലാക്കണോ, റാഹത്താക്കണോ, പൈസ വേങ്ങണോ, പൈസ എല്ലാവരും വേങ്ങണോ, അവർ തരും. അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിന്റെ ഇതിലേക്ക് തന്നില്ലെങ്കിൽ പിന്നെ എന്തിനും അവന്റെ പൈസ, പിന്നെ അവന്റെ പൈസയിൽ ബർക്കത്തുണ്ടാവും. ശരിയല്ല. ഉസ്താദ്മാർക്ക് കൈമടക്കുന്ന വിഷയത്തിൽ അതിനിപ്പോ നിങ്ങളെ കൈമടക്കുന്നതിന് നിങ്ങൾ ആ 100 രൂപ തന്നെ അവർ കാത്തിട്ടിരുന്നിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ബർക്കത്താണ്. അതിന് ചന്താക്കണം, ചേലാ. ചിലയിടത്തല്ല വേദന പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് പള്ളിയിലുള്ള പണ്ടത്തെ മഹാത്മാഗാന്ധിന്റെ കാലത്തെ മൈക്ക അതിനെന്നെ വെച്ചിട്ടാണ്ടുമ്പോളും ഒപ്പിച്ചിരുന്നത് മതി മതി എനക്ക് മതിയാവലൊന്നുമില്ല. സൗണ്ട് എന്തെങ്കിലും അഭിപ്രായം നമുക്ക് നാളെ വേറെ എന്തെങ്കിലും ചൊല്ലി കൊടുക്കണ്ടേ, ക്ലാസ് എടുക്കണ്ടേ, അങ്ങനെ മാത്രം. അല്ലാണ്ട് പിന്നെ നമുക്ക് അട്ടി വേണമെന്നൊന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ല. ചന്ത എങ്ങനെ നമുക്കൊരു സമാധാനമാണ്. എപ്പോഴും ചന്ത ആക്കണമെന്നല്ലല്ലോ റസൂലുള്ളാഹിന്റെ ഹദീസ്. ഏതൊന്നും ചന്താക്കണോ, ചേലാക്കണോ, ഭംഗിയാക്കണോ, പെർഫെക്റ്റ് ആക്കണം എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടം. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഒപ്പിക്കണ്ട. എല്ലാം നല്ല സ്റ്റഡിയിൽ ഒരു സദസ്സെല്ലാം ഒരുക്കുമ്പോൾ കസാര എല്ലാം നല്ല സിസ്റ്റമിൽ വെച്ചിട്ട് അതിന് വേണം ഒരു തുണിയെല്ലാം വിരിച്ചിട്ട്. ഇത് മംഗലത്തിലൂടെ നോക്കല്ലോ അങ്ങനത്തെ കസാല അതിന്റെ മേൾക്ക് വിരിക്കന് വേറെ മംഗലാർത്തും പാടെ കൊടുക്കണം തുണി നോക്കാം. മജ്ലിസിൽ ഇൽമിന്റെ മജ്ലിസിൽ സ്വർഗത്തിന്റെ തോപ്പില് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാ? എന്റെ മതിയാന്ന് ആഖിറത്തിന്റെ ശേലാക്കണ്ടേ, അതാണ് മതിയാന്ന്. എന്റെ ആഖിറത്തിന്റെ ബലയില്ലേ, ചിരിക്കാൻ പറയുന്നതല്ല. മദീൻ മദീൻ എല്ലാം മദീൻ. ജമാക്കുന്നല്ലോ ജമ ഓൻ ജമാക്കിട്ടല്ലോ പള്ളി ബാക്കി, ഓൻ ജമാക്കിട്ടല്ലോ മദ്രസ കഴിഞ്ഞു. അത് കഴിഞ്ഞോളൂ, അത് അല്ലാഹുവിന്റേതാ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അത് ഞങ്ങളതാണ്, ഞങ്ങൾ വേണ്ടി പോലെ കൈകാര്യം ചെയ്തോ. നിങ്ങൾ അതിനെ മട്ടം പോലെ നിയന്ത്രിച്ചോണം. ഞമ്മളോ അങ്ങനെ ചെന്ന് എനിക്കും ഇത് ബാധകന്നെ, നിങ്ങൾക്കല്ല ഉപദേശം അല്ല ഇത് മൊത്തത്തിൽ. അള്ളാഹു ഞങ്ങളെ നല്ലവരിൽ പെടുത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണോ, പിരിശം വെക്കണോ, സഹായിക്കണോ. റസൂലുള്ളാഹിനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതുപോലെയുള്ള പരിപാടികൾ നടത്തിയിട്ട് റസൂലുള്ളാഹിനെ പറ്റി പറയുക, റസൂലുള്ളാഹിന്റെ പേരും പറഞ്ഞിട്ട് പള്ളി മദ്രസകൾ ഉണ്ടാക്കുക, റസൂലുള്ളാഹിന്റെ പേരിൽ ദാനധർമ്മങ്ങൾ കൊടുക്കുക, റസൂലുള്ളാഹിന്റെ പേരിൽ പാവങ്ങളെ സഹായിക്കുക, ആലിമീങ്ങളെ സഹായിക്കുക, ദീനിന്റെ ശിആറുകളെ സഹായിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഹയാത്താക്കുക. ഇത് റസൂലുള്ളാഹിയെ സഹായിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കണമെന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഞങ്ങളോട് മാത്രമല്ല കൊടുക്കുന്നത്, ഞങ്ങളെ ബർക്കത്ത് ഞാൻ കൊടുക്കുന്നത് എന്റെ ബർക്കത്തിന്, എന്റെ പരലോകത്തിന്, എന്റെ ഖബറിന്റെ സലാമത്തിന്, അല്ലാണ്ട് നിങ്ങളെ നന്മക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ സലാത്ത് ചെല്ലണം എന്നിട്ട് റസൂലുള്ളാഹിന്റെ പണത്തിനാ? നിങ്ങൾ എന്താ മുണ്ടുന്നില്ല? നിങ്ങൾക്ക് ബച്ചിയാ അല്ല തിരിയുന്നില്ലേ? റസൂലുള്ളാഹി طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. يا نبي سلام عليكم، يا رسول سلام عليك، يا حبيب سلام عليكم ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഉയർച്ചക്കല്ല, റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം ഉയരാനല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും എത്രയോ മേലെയാണ്. ഞങ്ങൾ ചൊല്ലുന്ന സ്വതക്ക, ചൊല്ലുന്ന സ്വലാത്ത്, ഞങ്ങൾ കൊടുക്കുന്ന സ്വതക്ക, ഞങ്ങളെ ഇബാദത്ത്, ഞങ്ങളെ ദാനധർമ്മോ, ഞങ്ങളെ ദിക്ർ സ്വലാത്ത് ഞങ്ങളെ ഗുണത്തിനാണ്, ഞങ്ങളെ ആഖിറത്തിന്റെ സലാമത്തിനാണ്, ഞങ്ങളെ ഖബർ ലോകത്തിന്റെ വിജയത്തിനാണ്, ഞങ്ങളെ ഉമ്മ പപ്പാന്റെ ഖബറിലേക്കാണ്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. നിർത്താരായി ഞാൻ നിന്നിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിയാറായി. സമയമാകുമ്പോൾ നിർത്തും. അല്ലാഹു ഞങ്ങളെ കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂലാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിക്കണമെന്നത്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കണമെന്നത് ഞങ്ങളോട് മാത്രം അല്ലാഹു പറഞ്ഞ പണിയല്ല. ലോകത്ത് വന്ന എല്ലാ മനുഷ്യരോടും പ്രവാചകന്മാരോട് പോലും ആരോട് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തേക്ക് വരുന്നതിന് മുന്നേ എത്ര നബിമാർ വന്നിന്? എത്ര വന്നിന്? 1,23,999 1,23,999 അത്ര പ്രവാചകന്മാർ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഈസാ നബി അലൈഹിസ്സലാം വരെ. എന്നാൽ ആ വന്ന എല്ലാ നബിമാരോടും അല്ലാഹു പറഞ്ഞൊരു വാക്ക്, അവരോട് വാങ്ങിയെടുത്ത ഒരു കരാർ, ഒരു അഗ്രിമെന്റ്, അവരെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് വാങ്ങിയ ഒരു കരാർ എന്തറിയോ? എന്ത്? ഇങ്ങനെ നബിമാരാണ്. ഈസാ നബി നബിയാണ്, മൂസാ നബി നബിയാണ്, ആദം നബി നബിയാണ്, ഇദ്രീസ് നബി നബിയാണ്, സുലൈമാൻ നബി നബിയാണ് അലൈഹിമുസ്സലാത്തു വസ്സലാം. വനഫഅനാ ബിഹിം ഫിദ്ദാറിൻ. എല്ലാവരും നബി തന്നെ. നിങ്ങൾക്ക് കിതാബുണ്ട്, ഇഞ്ചീലുണ്ട്, തൗറാത്തുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. നേരെന്നെ. ഇനി ഒരു വേള സപ്പോസ് നിങ്ങൾ ഈ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് തന്ന കിതാബിലുള്ള, ഇഞ്ചീലിലുള്ള, തൗറാത്തിലുള്ളത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ, നിങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നതിന്റെ ഇടയിൽ, എന്നെ നോക്കി നുബുവത്തിന്റെ ദൗത്യവുമായിട്ട് നിങ്ങൾ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളിലേക്ക് മുഹമ്മദുർ റസൂലുള്ള വന്നാൽ, മുഹമ്മദ് നബി വന്നാൽ പിന്നെ നിങ്ങൾക്ക് റോളില്ല. ഈസാ നബിയെ പിന്നെ നിങ്ങളെ കിതാബ് നിങ്ങൾ ബന്ധാക്കണോ? മൂസാ നബിയെ നിങ്ങളെ ഓൾഡ് ടെസ്റ്റമെന്റ്, അതായത് തൗറാത്ത് നിങ്ങൾ മൂട്ടി വെക്കണോ? നിങ്ങൾ പിന്നെ ഞാനും നബിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രബോധനത്തിന് ഇറങ്ങണ്ട. പിന്നെ നിങ്ങൾ നബി തങ്ങളെ പിന്നാലെ കൂടണോ? പിന്നെ നിങ്ങൾക്ക് പ്രത്യേക റോളില്ല. പിന്നെ നിങ്ങളെ നുബുവത്തിന് പ്രസക്തിയില്ല. പിന്നെ നിങ്ങളെ കിതാബിന് ഇവിടെ കാര്യമില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ കൂടെ കൂടണോ? അതേ വൈദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ തൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه بين الله عز وجل وإذا أخذ الله ميثاق النبيين. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരോട് അല്ലാഹു തആല എഴുതി വാങ്ങിയ ഒരു അഗ്രിമെന്റ് ഉണ്ട്, ഒരു ഒപ്പ്, ഒരു കരാർ. എന്താ കരാർ? എന്താ ഉറപ്പ്? എന്താണല്ലോ വാങ്ങിയേ? എന്തു വാങ്ങിയ? അതെ, ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. നിങ്ങൾക്ക് അല്ലാഹു തആല കിതാബ് തന്നു, ഹിക്മത്തും തന്നു. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നുബുവത്താണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഏതുവാകട്ടെ, നിങ്ങൾക്ക് നുബുവത്ത് തന്ന്, കിതാബ് തന്ന്, നിങ്ങൾ അങ്ങനെ പണിയെടുത്തോണ്ടുണ്ട്. നുബുവത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു, പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു, കിതാബ് ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു, അള്ളാന്റെ ശരീഅത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാരായിട്ട് ഇവിടെ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ ഹബീബായ റസൂലുള്ള എങ്ങാനും വന്നാൽ, ഹബീബായ റസൂലുള്ള വന്നാൽ, ഹബീബായ റസൂലുള്ള നിങ്ങൾ ഉണ്ടായിരിക്കെ വന്നു കഴിഞ്ഞാൽ ലതുഅ്മിനുന്ന ബിഹി, പിന്നെ നിങ്ങളെ കിതാബ് ബന്ധാക്കണോ? നിങ്ങളെ നുബുവത്തിന്റെ പ്രവർത്തനം സ്റ്റോപ്പാക്കണോ? ലതുഅ്മിനുന്ന ബിഹി, റസൂലുള്ളാഹിന്റെ ബാക്കിന് കൂടണോ? റസൂലുള്ളാഹിനെ വിശ്വസിക്കണോ? വലതൻസുറന്നഹു, ആ റസൂലുള്ളാഹിനെ സഹായിക്കണോ? ഞാനും നബിയല്ലേ അണക്കും കിതാബില്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് വലിയ ആളാവാൻ റേറ്റില്ല. മുഹമ്മദ് നബി വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് സൈഡാവാനും നിങ്ങൾക്ക് ചാൻസ് ഇല്ല. എന്താക്കണോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണം, അവിടുന്ന് സഹായിക്കണം.
ദഅവത്തിന്റെ വിഷയത്തിൽ, നുബുവത്തിന്റെ വിഷയത്തിൽ, പ്രബോധനത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ കാര്യത്തിന്റെ ചട്ടുവട്ടിക്കുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുക. ഇത് പ്രവാചകന്മാരോട് പോലും അല്ലാഹു പറഞ്ഞ കൽപ്പനയാണ്. പിന്നെ ഞങ്ങളോടോ? അല്ലാഹു തആല ഞങ്ങളെ നല്ലവരിൽ പെടുത്തട്ടെ. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ആ റസൂലുള്ളാഹിയിലേക്ക് സ്നേഹത്തിന്റെ പ്രകടനമായി, വിശ്വാസത്തിന്റെ പ്രകടനമായി, തിരിശപ്പാടിന്റെ ഭാഗമായി, അവിടത്തോടുള്ള ഇത്തിബാഇന്റെ അനുസരണയുടെ ഭാഗമായി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന പണി ഏതറിയാ? ഇതുപോലെ സലാത്ത് ചൊല്ലല് തന്നെയാണ്. ഒരിക്കലും അല്ലാഹു തള്ളാത്ത അമലാണ് സലാത്ത്. സലാത്തു റസൂലില്ലാഹ്. അതിന് അപ്പീലില്ല. ഏത് അമലും അല്ലാഹു തള്ളും, ഏത് അമലും അല്ലാഹു തള്ളും, ഏത് ഇബാദത്തും അല്ലാഹു തള്ളും, ഏത് കാര്യങ്ങളും അല്ലാഹു ചിലപ്പോൾ കബൂലാക്കാതെ വരും. എന്നാൽ സലാത്ത് എപ്പോഴും കബൂലാക്കപ്പെടുന്ന ഇബാദത്താണ്. ഇങ്ങോട്ടോ മഹാന്മാർ പറഞ്ഞെന്തറിയോ? വലിയവരായ മഹാന്മാർ കിതാബിൽ എഴുതിയത് കാണാം. ഈ നിസ്കാരവും ഓത്തും ബൈത്തെല്ലാം കുറഞ്ഞോറും അവർ എന്താക്കണം പറഞ്ഞാ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? ഉമ്മമാർ കേൾക്കുന്നില്ലേ? ഞമ്മക്കാണെങ്കിൽ മാസക്കുളിയെല്ലാം കുറെ നിസ്കാരം അങ്ങനെ പോയി. റമളാനിലും കൂടി വന്നു കഴിഞ്ഞാൽ നോമ്പും പോയി. അത് പിന്നെ കളാ കിട്ടണം, അത് വേറെ വിഷയം. പിന്നെ എപ്പോഴും ജോലിയും പണിയും മൊബൈലും ബിസിയും ഓൺലൈനും ഓഫ്ലൈനും 3Gയും 4G എല്ലാം ആയിട്ടാകുമ്പോ ഒരു ജുസു പോയിട്ട് ഞങ്ങൾക്ക് 1/2 പേജ് ഓതാൻ പോലും ടൈമില്ല. ഒരു ജുസു ഓതുന്നവരുണ്ട് ഇവിടെ. നിങ്ങൾ എതിരിലേ ഇരുന്നിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. വലിയ തൗഫീഖാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. എന്നാലും നമുക്ക് അതിനൊന്നും നേരമില്ല. ഇല്ല, ഞങ്ങൾ ബിസിയാണ്. ഇനി എപ്പോഴും ഒരു 5 നേരം നിസ്കരിച്ചെങ്കായി അട്ട അതങ്ങ് ഇരിക്കട്ടെ. അതും കോയി അരി തിന്ന പോലെ ഞങ്ങളെ പൊന്തുന്നു ഞങ്ങളെ ബക്കുന്നു ഓനെ അറിഞ്ഞിട്ടോ അല്ലേ? എന്നാ മഹാന്മാർ പറഞ്ഞതറിഞ്ഞ ഇബാദത്തും കാര്യങ്ങളെല്ലാം കുറഞ്ഞവർ എന്താക്കണറിയോ? എന്നെ പോലത്തോറല്ലോ നല്ലോണം സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതിന് ഒന്നു പോകണമെന്നില്ല. ബസ്സിൽ പോകുമ്പോ, കാറിൽ പോകുമ്പോ, ഇരിക്കുമ്പോ, നടക്കുമ്പോ എപ്പോഴും ചെല്ല. അതിന് ഇന്ന തന്നെ ആണെന്നൊന്നുമില്ല, ഏത് സലാത്തും ചെല്ല. അങ്ങനെ ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു സലാത്ത് ചെല്ലിങ്ങ് 10 കൂലി. മൻ സല്ലല്ലാ അലൈഹി സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്റ ഖാല റസൂലുള്ളാഹി. അല്ലേ? അപ്പൊ ധാരാളം സലാത്ത് ചെല്ല. 1000 സലാത്ത് ചൊല്ലിയ ഒരാൾ ഹബീബായ നബി തങ്ങളെ കണ്ടിട്ടല്ലാതെ മരിക്കില്ല. 1000 സലാത്ത് ഡെയിലി ചെല്ലുന്നവർ 1000 സലാത്തും ചെല്ലുമ്പോൾ നിങ്ങൾ ബായ്ബിളെ കണ്ട ആകെ വേണ്ടി 23 മിനിറ്റ് 25 മിനിറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ടോ 1000 സലാത്തിന് വേണ്ടി അത്ര മിനിറ്റ് ഒന്ന് മട്ടം പോലെ ചെല്ല. അള്ളാഹു നമുക്കത് ചെല്ലുന്നവരെ ബർക്കത്തോണ്ട് തൗഫീഖ് നൽകട്ടെ. അത് ഒരാളെപ്പോഴും പതിവാക്കിയാൽ, ആ സംഖ്യ ഒരാളെപ്പോഴും ഒരാൾ സലാത്ത് ചൊല്ലിയാൽ, ഡെയിലി ഒരാൾ 1000 സലാത്ത് പതിവാക്കിയാൽ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടല്ലാതെ മരിക്കില്ല. അയാൾ ഈമാനോടെ അല്ലാതെ മരിക്കില്ല. മഹാന്മാർ പറഞ്ഞത് കണ്ടോ? ഈ റബീഉൽ അവ്വലിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ട ഇമാമാണ് ഇമാം സഖാവി. ഇമാം സഖാവി മൗലിദ് വേണ്ട ചൊല്ലി, ഇമാം സഖാവി റാലി വേണ്ട ചൊല്ലി, ഇമാം സഖാവി പാട്ട് പാടേണ്ട ചൊല്ലി. പച്ചക്കളവും. ആരാണ് ഇമാം സഖാവി? നേരെ പരുത്തിപ്പാടി പള്ളിക്ക് പോ, എന്റെ ഉസ്താദിന്റെ അടുത്തിനില്ലേ ഒരു 5 മിനിറ്റ് മണിയായിട്ട് ചൊല്ലിട്ട് തരും. കിതാബ് ഓതി കൊടുക്കുന്ന ആൾ മാത്രമല്ല, കിതാബ് ഉണ്ടാക്കിയ ആളും കൂടിയാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് ഇനിയും നൽകട്ടെ. അല്ലാഹു ഇനിയും നൽകട്ടെ. ഞാൻ അവരെ ഇരുത്തിട്ട് പോകുന്നതല്ല, അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവ് നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അത് ദീനിന് വലിയ നേട്ടമാണ്. അത് ദീനിന് വലിയ ഖൈറാ. നമ്മളത് നമുക്ക് കാണുമ്പോ കത്തിപ്പോ പള്ളിന്റെ കത്തിപ്പോ അല്ലേ? ഞമ്മത്തന്നെ ഞമ്മ എല്ലാവരും അത് പ്രസിഡന്റ്. സത്യത്തിൽ അവർ വലിയ നേതാക്കളും വലിയവരുമാണ്.
അവർ ഈ ഭൂമിയിൽ ഞങ്ങളെ വെളിച്ചമാണ്, ലൈറ്റാണ്, ടോർച്ചാണ്. ഞങ്ങൾക്ക് അവർ ദാരിദീപമാണ്. അവർ അമ്പിയാക്കളെ അനന്തരക്കാരാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കിയവർ, ഹബീബായ നബി തങ്ങളെ ലോകത്തെ ഏറ്റവും പഠിച്ചവർ, പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവർ, അത് ആലിമീങ്ങളാണ്. അല്ലാഹു അവരുടെ ഇൽമിന്റെ മദദും ബർക്കത്തും നമുക്ക് നൽകട്ടെ. അതിനുള്ള തൗഫീഖ് നമുക്ക് മരണം വരെ നൽകട്ടെ. ഞങ്ങളുടെ ഇൽമല്ലാഹ് നാഫിയാക്കട്ടെ. ഈ സംഭവം പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഒരു 2 മിനിറ്റ് ചെറിയ ചരിത്രം. ഇമാം സഖാബി റളിയല്ലാഹു അൻഹു അവിടത്തെ അൽ ഖൗലുൽ ബദീഅ എന്ന കിതാബിൽ പറഞ്ഞൊരു ചരിത്രം കാണാം. അതായത് സ്വാലിഹീങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ ഒരു സ്വപ്നം കണ്ടോ. സൂറത്തുൻ കബീഹത്തുൻ ഫിൽ മനാം. നല്ലവരിൽ പെട്ട ആരോ ഒരാള്, അല്ലെങ്കിൽ കുറച്ചാൾ, ഏതോ അവർ ഒരു കിനാവ് കണ്ട്. എന്തറിഞ്ഞ കിനാവ്? ഒരു ബെടക്കൊരു കോലം, ഭയങ്കര നാറ്റമുള്ള, ദുർഗന്ധമുള്ള, കാണാൻ തീരെ ചന്തോ ഇല്ലാത്ത ഒരു വിറൂപ വികൃത റൂപ ഒരു കാര്യം, ഒരു സംഗതി, ഒരു ഗിട്ട നിങ്ങളെ കണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ലേ? അത് കാണുന്ന നമ്മളെ പോലത്തെ ആട്ടുപോട്ട ആളല്ല, സ്വാലിഹീങ്ങളിൽ പെട്ടവരാ കാണുന്ന കിനാ കാണുന്ന. അവർ എന്ത് കിനാ കണ്ട്? കിനാവില് എന്തോ ഒരു സംഗതി കണ്ടു. ഒരു നാറ്റമുള്ള, ദുർഗന്ധമുള്ള, ഭയങ്കര സ്മെല്ലുള്ള, ചീഞ്ഞളിഞ്ഞ, വിരൂപ വികൃത രൂപമുള്ള, ഭയാനകമായ രൂപമുള്ള, ഒരു തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കോലം കണ്ടു. അപ്പൊ കണ്ട ആള് കിനാവില് കേട്ട്, നീ ആര്? നീ എന്ത്? ഏതാണ് ഈ കോല? ഏതാണ് ഈ വികൃത രൂപ? ഈ വിരൂപ രൂപ, ഈ ദുർവാസനയുള്ള രൂപ, ഈ ചീത്ത വസ്തു ഇതേതാണ് എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞെന്തറിയാ? അനാമലുക്കൽ കബീഹ്, ഞാൻ നിന്റെ ദുഷ്പ്രവൃത്തികളാണ്. നീ ദുനിയാവിലെ കട്ടത്, മുക്കിയത്, നക്കിയത്, നീ കളവ് പറഞ്ഞത്, നീ തെമ്മാടിത്തരം ചെയ്തത്, നീ നിസ്കരിക്കാതിരുന്നത്, നീ പാവങ്ങളെ ഉപദ്രവിച്ചത്, ചീത്ത പറഞ്ഞത്, ഗീബത്ത് നമീമത്ത് പറഞ്ഞത്, ഈ പണിയെല്ലാം എടുത്തിട്ടുണ്ടല്ലോ നീ. അതാണ് ഞാൻ. എന്നാ ആ പ്രവർത്തനങ്ങൾ അല്ലാഹു എന്നെ ഈ കോലത്തിലാക്കിയിട്ട് നിന്നിലേക്ക് കാണിക്കുന്നയാ. നിന്റെ ദുഷ്പ്രവൃത്തികളാണ് ഞാൻ, നിന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഞാൻ. നാളെ പരലോകത്തേക്ക് ഞാൻ വരും, അതാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ കണ്ട ആള് പിന്നെയും ചോദിച്ചു, നിന്നിൽ നിന്നിട്ട് എങ്ങനെയാ രക്ഷപ്പെടല്? മിങ്കി, നിന്നിൽ നിന്നിട്ട് എങ്ങനെയാ രക്ഷപ്പെടല്? ഈ കോലം, ഈ വിറൂപ്പം, ഈ ദുസ്വഭാവം, ഇതെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടിട്ട് മാപ്പാക്കിയിട്ട് നല്ല നിലക്ക് എനിക്ക് ഒരു അവസ്ഥയിലെത്തണം. അതിനെന്ത് വഴി? അതിന് ഞാൻ എന്താക്കണോ എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞെന്തറിയാ? ബികസറത്തി സ്വലാത്തി അലൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര നബിന്റെ മേലെ സ്വലാത്ത് അധികരിപ്പിച്ചോ, ധാരാളം ചൊല്ലിക്കോ. കുഞ്ഞിനെ തൊട്ടിലാട്ടുമ്പോ, ഇരുന്നിട്ട് വീടി കെട്ടുമ്പോ, അടുക്കളയിൽ പണിയെടുക്കുമ്പോ, പീടികയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സാധനം വിൽക്കുമ്പോ, ഓട്ടോറിക്ഷയിൽ പോകുമ്പോ, എപ്പോഴും ചൊല്ലാവുന്ന എളുപ്പമലാണ്. പ്രത്യേകമായ ശുദ്ധിയോ ഒരുക്കമോ തയ്യാറെടുപ്പോ വേണമെന്ന് കട്ടായ ആജ്ഞയില്ലാത്ത ഇബാദത്താണ് സ്വലാത്തു റസൂലില്ലാഹ്. സ്വലാത്തു റസൂലില്ലാഹ്, സ്വലാത്തു റസൂലില്ലാഹ്. എപ്പോഴും ചൊല്ലണം, ധാരാളം ചൊല്ലണം. ഒരിക്കലും അല്ല തള്ളാത്ത അമലാണത്. നബി തങ്ങളെ മൗലിദ് എപ്പോഴും പെരല് ഓതണം. മോന്തി നേരത്തല്ല, കൊല്ലത്തിലൊരിക്കൽ മുക്കരിക്കാനെ വിളിച്ചിട്ട് ഉസ്താനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ റമളാനിൽ തൗബാക്ക് വരുമ്പോലെ എപ്പം വിളിപ്പിച്ചിട്ടാക്കേണ്ട പണി എന്തോ അല്ല. അല്ല ഉസ്താദെ, ഞങ്ങൾക്ക് സ്വന്തം ഓതാൻ അറിയുന്ന ഞങ്ങൾക്ക് ഓതാം, മോശമൊന്നുമില്ല. എന്നാലും വലിയ മഹാന്മാര് എപ്പോഴും ദർശനം ചൊല്ലി കൊടുക്കുന്നവരും ഈ പള്ളിയിലുള്ളവരും ഓതും പോലെ ആവലല്ലേ? ഓതാനിപ്പോ എനക്ക് പറയുന്നത് ഇത് ഈ മസാല കേൾക്കുന്നതിനറിഞ്ഞ 100 രൂപ കൊടുക്കണ്ടേ? അതിനെ വല്ല ഒപ്പിച്ചിറാമാ? മോശമൊന്നും ഇല്ലമ്മ, 100 രൂപ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. 100 രൂപ ആർക്ക് വേണം ഇവിടെ? അതല്ല വിഷയം. ചില ഈ ഒരാളെ വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു മൗലിദിന് 4 ആളെ വിളിച്ചിട്ട് ചോറ് കൊടുക്കുമ്പോ അതിൽ എത്ര നന്മകള്.
നമ്മളെന്നൊരു കോഴി കൊണ്ടുവന്നിട്ട് കറിയാക്കി 4 പീസ് കായ്ച്ച് ഞാനും എൻ്റെ കെട്ടിയോളും 3 കിടാക്കുള്ളിൽ ഇരുന്നിട്ട് ഒരു മൗലിദ് ഓതി ഖത്തം ഖലാസ് പൊക്കിളും പിരിച്ചിട്ട് തേക്കിട്ടെങ്കിൽ മൗലിദാവും ആവലാന്നൊന്നുമില്ല. മൗലിദാവും. എന്നാലും 4 ആൾക്കാരെ വിളിച്ച് അപ്പുറം കരക്കാരെ വിളിച്ച് അത് ഏളാമുണ്ട് ഏളാമാനെ വിളിച്ച് പിന്നെ അപ്പുറത്ത് ഉപ്പാപ്പ ഉണ്ടോ സൗകര്യം ഒന്ന് ബെന്നറി ഉപ്പാപ്പ പിന്നെ വിളിക്കുന്ന പേരെന്നെ ഞാൻ കോഴി കൊണ്ടുവരാൻ പോയിന് ലേറ്റാവും. പിന്നെ ആണെങ്കിലും ഒരു ഉസ്താദിനെ കൈന്നെങ്കിലും 2 ഉസ്താദിനെ നല്ലോണം സൗകര്യം ഉണ്ടെങ്കിൽ മുത്താലിങ്ങളെല്ലാവരും വിളിച്ചിട്ട് അത് വലിയ ബർക്കത്തല്ലേ? അത് വലിയൊരു ബർക്കത്തല്ലേ? അതിനും പോണ ഒരു തൗഫീഖ്. അത് വലിയൊരു തൗഫീഖാണത്. 4 ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പറയുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഞങ്ങളെ നല്ലവരിൽ പെടുത്തട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും മദീന കാണാൻ, ആ മണ്ണിലെത്താൻ, മുത്തുനബി തങ്ങളെ പച്ചക്കുപ്പ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാർ കിതാബിൽ പറഞ്ഞത് കാണാം. അഷ്റഫാത്തുൽ ഉലമ തുടങ്ങിയ കിതാബുകളിലൊക്കെ കാണാം മദീന നാടിന്റെ മണ്ണ് പോലും മരുന്നാണ്. ഏത് മദീന? മദീന ചെല്ലുമ്പോ എന്ത് മദീന? സൗദി അറേബ്യ. പിന്നെ മദീന അതിന്റെ മരുമോളുള്ള ജാഗ, പിന്നെ അതിന്റെ പെങ്ങളമോളുള്ള ജാഗ. സത്യത്തിൽ ഏതാണ് ഈ മദീന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാ ഈമാനും ഒതുങ്ങും മദീനയില്. ഈമാനും ഇസ്ലാമും ലോകത്തുനിന്ന് ഇല്ലാണ്ടാകുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും ഈമാനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് അകന്നു പോയാലും പരിശുദ്ധമായ മദീനയിൽ ഈമാനും ഇസ്ലാമും ബാക്കിയാവും. കാരണം അവിടെയാണ് ഈമാനിന്റെ കൂടാരമുള്ളത്, അവിടെയാണ് ഈമാനിന്റെ കേദാരമുള്ളത്, അവിടെയാണ് ലോകത്തിന്റെ നായകൻ കിടക്കുന്നത്. സത്യം പറയട്ടെ, അഫ്ളലുൽ ബിഖാഇ മിനൽ അർളി, ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും പരിശുദ്ധമായ ബഹുമാനമുള്ള സ്ഥലം പരിശുദ്ധ റൗളയുള്ള മണ്ണാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നു, നാളെ പരലോകത്തേക്ക് ആദ്യം തുറക്കപ്പെടുന്ന മണ്ണത്, ഞങ്ങളെ ഹബീബ് ഉറങ്ങുന്ന മണ്ണത്, ദജ്ജാലിന് പ്രവേശനമില്ലാത്ത മണ്ണാണത്, ഈമാനിന്റെ കൂടാണത്. ഞങ്ങളെ എല്ലാമായ കരളിന്റെ കരളായ റസൂലുള്ളാഹ് ഉറങ്ങുന്നത് അവിടെയാണ്. അതുകൊണ്ട് ആ മദീന എപ്പോഴും മനസ്സിൽ വിചാരിക്കണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ, കാലം കണ്ട ഏറ്റവും വലിയ മഹാന്, മദ്ഹബിന്റെ ഇമാമ്, മദീന കണ്ട ഏറ്റവും വലിയ ഇമാമ്, നമ്മുടെ ഇമാം, കോടാനക്കോടി മുസൽമാന്റെ ഇമാം, ഇമാമുനാ ശാഫിഈ തങ്ങളെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന നാട്ടിൽ ജീവിച്ചയാളാണ്. പക്ഷേ ജീവിച്ച കാലത്തൊരിക്കൽ പോലും മദീന നാട്ടിൽ ചെരുപ്പിട്ടിട്ട് നടന്നിട്ടില്ല. കാരണം റസൂലുള്ള കിടക്കുന്ന മണ്ണാണ്. അവിടെ ഞാൻ ചെരുപ്പിട്ടിട്ട് നടക്കുന്നത് അദബല്ല. मदीना को जाए ये जी चाहता है, मुकद्दर बनाएंगे ये जी चाहता है। मदीना के आका दो आलम का मौला तेरे पास आएंगे ये जी चाहता है। ആ മണ്ണ് പോളും ആ നാട് പോളും ആ റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബയെപ്പോളും ഞങ്ങളെ കൽബിലുണ്ടാകണം. അത് ഞങ്ങളെ ഹൃദയത്തിലുണ്ടാകണം. വിഷമം വരുമ്പോ, ബേജാറ് വരുമ്പോ, ടെൻഷൻ വരുമ്പോ, കഷ്ടം വരുമ്പോ, നഷ്ടം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ നിന്റെ കൽബിന്റെ അകത്ത് മദീന വന്നാൽ, മുസ്തഫായ റസൂലുള്ള കടന്നു വന്നാൽ വിഷമം മാറും, വേദന മാറും, നഷ്ടം മാറും, കഷ്ടം മാറും. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേരാ ദിൽ തടപ് രഹാ ഹൈ, മേരെ ചൽ ഹേ ഹസീന, മേരാ ദിൽ തടപ്
कब रहा मेरा चल है हसीना എന്റെ നെഞ്ചകം കത്തുകയാണ് എന്റെ ഹൃദയം പിടക്കുകയാണ് എന്റെ ഹൃദയം വിഷമിക്കുകയാണ് ബേജാറാവുകയാണ് ഞാനാകെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് അതിനുള്ള പരിഹാരം യദവാ വഹി മിലേഗി യദവാ വഹി മിലേഗി മുജലേ ചലോ മദീന മുസ്തഫ യാ റസൂലുള്ളാഹ് മുജ്തബാ യാ റസൂലുള്ളാഹ് മുർത്തളാ യാ റസൂലുള്ളാഹ് അവിടുത്തെ ശഫാഅത്ത് നമുക്ക് നൽകട്ടെ അവിടത്തോടുള്ള ഇത്തിബാവും മഹബത്തും നമുക്ക് ധാരാളം നൽകട്ടെ അവിടുത്തെ പേരിൽ സലാത്തു ചൊല്ലാനുള്ള വലിയ തൗഫീഖും നല്ല നാവും അല്ലാഹു നമുക്ക് നല്ലോണം നൽകട്ടെ ഞങ്ങളെ പറച്ചൽ അല്ലാഹു കബൂലാക്കട്ടെ അവിടത്തേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ നാളെ ആഖിറം രക്ഷപ്പെടാനുള്ള അമലായ ഇബാദത്തായി അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ